അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് കലാഞ്ചിയ ചെടി നല്ല ഭംഗിയായിട്ട് നമ്മുടെ മുറ്റത്തൊക്കെ നടാൻ പറ്റിയ ഒരു ചെറിയ ചെടിച്ചട്ടി മതി, ഒരു ചെറിയ കവറായാലും മതി ഇതൊക്കെ നടാൻ. ഇത് പൂ പിടിച്ച് തീർന്നതാണ്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ കാണിച്ചു തരാം ആ പൂവ്. ഇതിപ്പം ഞാൻ നട്ട് കിളിപ്പിച്ച പൂവാണ്. ഇനി ഇതാണ്ട നമ്മൾ ആദ്യം കണ്ടില്ലേ, കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, ആ പൂവാണിത്. ആ ചെടിയാണിത്. ആദ്യം പൂ പിടിച്ചതാണ്. ഇതിനെക്കാട്ടി നല്ല രസമായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ താമസിച്ചു പോയി, അതാണ് ഇത്രയും നരച്ചു പോയത്. ഇല്ലെങ്കിൽ നല്ല കളറിൽ നിന്നതായിരുന്നു. ആണ്ട ഇത് അടീനിയം ചെടിയാണ്. അടീനിയം നിറച്ചു പൂത്ത് നിൽക്കുകയാണ്. നമ്മൾ കൊടുക്കുന്ന വളമാണ് ഇതിന് ഈ പൂക്കാനുള്ള മുഖ്യ ഇത്. ഇത് സീഡ്, ഇതൊരു ടിപ്പാണ്. സീഡ് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ കെട്ടിക്കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതങ്ങ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരൊറ്റ അരി നമുക്ക് കിട്ടത്തില്ല, സീഡ് കിട്ടത്തില്ല. ഇതെല്ലാം അങ്ങ് അപ്പൂപ്പൻ താടി മാതിരി പറന്നു പോകും. കലാഞ്ചിയ ചെടിക്ക് നമ്മൾ കൊടുക്കുന്ന വളം എല്ലാ ചെടികൾക്കും കൊടുക്കാം, എല്ലാ പച്ചക്കറികൾക്കും കൊടുക്കാം. ഓരോ പ്രാവശ്യം ഓരോരോ വളങ്ങൾ കൊടുക്കണം. ഒരു പ്രാവശ്യം കൊടുക്കുന്ന വളം തന്നെ അടുത്ത പ്രാവശ്യം കൊടുക്കരുത്, മാറ്റി മാറ്റി കൊടുക്കണം. എന്നാലേ ആ പൂക്കൾ ഒരുപാട് പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ അടീനിയവും കലാഞ്ചി ചെടിയും ജമന്തി, മഞ്ഞ ജമന്തി അങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ട നിങ്ങൾ? ഒരു ചെടിച്ചട്ടി മതി. നമ്മുടെ മുറ്റം നല്ല ഭംഗിക്കാണ് ആ ജമന്തി നിൽക്കുന്നത്, കലാഞ്ചിയ ചെടി. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെയും നട്ട് ഈ പൂ പിടിക്കുമ്പോഴാണ് നമുക്ക് ഇനിയും ഉണ്ടാക്കാൻ ഇത് ചെയ്ത് കിളിപ്പിക്കണമെന്നുള്ള ആഗ്രഹം വരുന്നത്. അപ്പോൾ അതിനെന്താ വേണമെന്ന് അറിയാവോ? നമ്മൾ ഈ കലാഞ്ചിയ ചെടി നശിച്ചു പോകുന്നതിന് മുമ്പേ തന്നെ ഇതിനെ ഇതാക്കണം. അടുത്ത തൈ ഇത് ഉൽപ്പാദിപ്പിക്കണം. ഇതിനകത്ത് ചെറിയ കിളിപ്പ് വരുന്നുണ്ടോ? ഇതിനെ കൊണ്ട് നമുക്ക് വേറെ വെച്ച് കിളിപ്പിക്കാം. ഒരു ഒടിഞ്ഞ തണ്ട് കിടപ്പുകൊണ്ട് ഇത് നമുക്ക് കുഴിച്ച് വെച്ചാൽ കിളിക്കും. അതേമാതിരി ഇതിനകത്തുനിന്ന് ഒരു തണ്ടെടുക്കാം. അത് 2-3 ഉണ്ട്. ഞാനത് മൊത്തം എടുക്കുന്നില്ല. ഞാൻ വേറെ ചെടിച്ചട്ടിയിൽ നടുന്നുണ്ട്. ഇപ്പോൾ ഒരെണ്ണേ കാണിക്കുന്നുള്ളൂ ഞാൻ നിങ്ങളെ. ഇതുമാതിരി ഒരു തണ്ട് മതി ഇത് കിളിക്കാം. പിന്നെ ഇല നട്ടാലും കിളിക്കും, വേര് വരും. നമ്മുടെ CC പ്ലാന്റൊക്കെ ഇല നട്ടാലും ഞാൻ കിളിപ്പിച്ച് ഇത് നല്ല ഇതായിട്ട് വന്നത്. അതേമാതിരി ഇത് ഇല നട്ടാലും ഇതിനകത്തുനിന്ന് വേര് വരും. നമ്മളിത് വാങ്ങിച്ചത് നഴ്സറിയിൽ നിന്നാണ്. ഈ ചെടി പൂവിൻ്റെ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചത്. ഈ ഒരു തണ്ട് ഇതായിട്ട് കിടന്നതാണ്. ഇത് കുഴിച്ച് വെക്കാം. ഇതൊരു പൂ പൊഴിഞ്ഞു പോയതാണിത് മൊത്തം. അപ്പോൾ അതുകൊണ്ട് അത് നല്ലതുപോലെ കിളിക്കും. ഇതിൻ്റെ തണ്ടും കിളിക്കും. ഇതിൻ്റെ പൂവിൻ്റെ മുകൾ ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് ആ പൂവങ്ങ് കളഞ്ഞിട്ട് ഉള്ള ഭാഗമാണിത്, അതും കിളിക്കും. നമ്മൾ കൂടെ ഇതിനെയൊക്കെ ഒന്ന് പരിചരിക്കണം. കൂടെ അവരുടെ അടുത്ത് വന്ന് ഒന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അവരുടെ അടുത്തൊക്കെ ഒന്ന് നമ്മുടെ മക്കളുടെ അടുത്ത് സംസാരിക്കുന്നതിനൊക്കെ അവരുടെ അടുത്ത്. നമ്മുടെ മക്കളല്ലേ ഇത് നട്ടുപിടിപ്പിക്കുന്നത്, നമ്മുടെ മക്കളാണിത്. അത് കരിഞ്ഞു പോകുമ്പോൾ നമുക്ക് എന്ത് സങ്കടമാണെന്നറിയാവോ? ഇതൊക്കെ നശിച്ചു പോകുമ്പോൾ. അതിനാണ് പിന്നെയും നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൂക്കൾ നശിച്ചു പോകരുത് നമ്മുടെ വീട്. പിന്നെ നഴ്സറിയിൽ ചെന്ന് പിന്നെ നല്ല വില കൊടുത്താണ് ഇത് വാങ്ങിക്കുന്നത് നമ്മൾ. അപ്പം ആദ്യമേ ഇതിൻ്റെ മണ്ണ് കുറച്ച് മാറ്റണം ചുവട്ടിൽ. അതിന് ശേഷം വേണം വളമിട്ട് കൊടുക്കാൻ. വളമിട്ട് കൊടുക്കുന്ന വളവും കാണിക്കുക എന്ത് വളമാണെന്ന് നമ്മൾ ചെയ്യുന്നത്. മണ്ണിഞ്ഞ് മാറ്റി ഇനി നമ്മൾക്ക് വളം ചെയ്തെടുക്കാം. ഏത്തയ്ക്കയുടെ തൊലി, ഏത്തയ്ക്കാണിത്. അതിൻ്റെ തൊലി എടുത്തത് ഞാനൊന്ന് അരിഞ്ഞ് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ മുട്ടത്തോട് ഇടാം, തേയിലയുടെ കൊന്തിടാം, പിന്നെ പച്ചക്കറിയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടാം, പച്ചക്കറിയുടെ വേസ്റ്റുകൾ ഇടാം, എല്ലാം ഇടാം ഇതിൻ്റെ കൂടെ. ഞാനിപ്പം ഏത്തയ്ക്കയുടെ തൊലി മാത്രമേ അരയ്ക്കുന്നുള്ളൂ. പിന്നെ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് മുട്ടത്തോടും തേയിലക്കൊന്തും ഒക്കെ ഇട്ട് നമുക്ക് അരച്ച് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ച് ഇട്ട് കൊടുക്കാം. എല്ലാം ഒരു പ്രാവശ്യം മാത്രം കൊടുക്കണ്ട. നമുക്ക് ഇനി അടുത്തത് ഈ പഴത്തൊലി എന്തിലാണോ ഇടുന്നത്? നമ്മുടെ നല്ല കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളം, അതിലാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും.
എൻ്റെ ഇതൊക്കെയാണ് വളവ് ഇതൊക്കെയാണ്. ദാണ്ട ഇതിന് ഞാൻ തേങ്ങാവെള്ളം എടുക്കുന്നത്. ദാണ്ട തേങ്ങാവെള്ളം ദിവസവും പൊട്ടിക്കുന്ന തേങ്ങയുടെ വെള്ളം എടുത്ത് ഒരു കുപ്പിക്കകത്തിട്ട് മാറ്റി വെച്ചേക്കും. അപ്പം ഒരു ദിവസം കൊണ്ടൊന്നും ഉള്ള വെള്ളമല്ല, ഇത് ഒരാഴ്ച കൂടുതലുള്ള വെള്ളമാണ്. അത് ഞാൻ ഓർക്കിഡിനൊക്കെ ചേർക്കുന്ന ഈ വെള്ളമാണ്, തേങ്ങാവെള്ളമാണ്. തേങ്ങാവെള്ളം ഇത് നേർപ്പിക്കണം. ഇനി ശകലം മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കാം. മഞ്ഞപ്പൊടി കീടങ്ങളെ അകറ്റാൻ ഏറ്റവും നല്ലതാണ് മഞ്ഞപ്പൊടി. അതിനകത്ത് എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് നശിച്ചു പോവും മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ. അതൊന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതാക്കാം. എന്നിട്ട് ഇതിനെ നേർപ്പിക്കണം. ഒരു ബക്കറ്റിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഉണ്ട്, ബക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് അത് ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് കുറേ വെള്ളം ഞാനങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒരു ഇരട്ടി വെള്ളമാണ് ഇതിന് കൊടുക്കുന്നത്. ഒരുപാടങ്ങ് നിറച്ച് ഒരുപാടാക്കണ്ട, അതിൻ്റെ ഗുണം അങ്ങ് പോകും, നഷ്ടപ്പെടും. ഇനി നമുക്ക് വേണ്ട ഇതിനകത്ത് ചെടിയിലോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നട്ട ചെടി വെറും മണ്ണിനകത്താണ് ഞാൻ നട്ടേക്കുന്നത്. നമ്മുടെ മുറ്റത്തുള്ള മണ്ണിനകത്താണ് ഈ ഇപ്പോൾ രണ്ടാമത് നട്ട ചെടികൾ. ഇതാണ്ട് അടീനിയത്തിനും മഞ്ഞ ജമന്തിക്കും പിന്നെ ബാക്കിയുള്ള ഇലച്ചെടിക്ക്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല എന്താണെന്ന്. വേണ്ട ഇലച്ചെടി മുറ്റത്ത് നിൽക്കുന്ന ഇതിൻ്റെയും പേരറിയത്തില്ല, ഇതിൻ്റെയും പേരൊന്നും അറിയത്തില്ല. ചുമ്മാ കൊണ്ടുവന്ന് വെക്കും, അതേ ഉള്ളൂ. വേണ്ട ഇതിൻ്റെ അറിയത്തില്ല. ഇതിൻ്റെ മണ്ണൊന്ന് നീക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഈ മണ്ണ് അവിടെ തന്നെ ഇട്ട് കൊടുക്കും ഞാൻ. വളം ഇട്ടതിന് ശേഷം അവർക്ക് തന്നെ അങ്ങ് കൊടുക്കും മണ്ണ്. അല്ലെങ്കിൽ വേറെ ശകലം മണ്ണും കൂടെ ഇട്ട് കൊടുക്കും. എൻ്റെ മേളിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ആ ചെടി അതിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അവർക്കൊക്കെ നല്ല ആവശ്യമാണ് ഇപ്പം. നല്ല ഇത് പൂത്ത് വരും. ഞാൻ പെട്ടെന്ന് പൂവിൻ്റെ ആ മുട്ട അങ്ങ് കളയും. കാരണം പൂത്ത് വന്നു കഴിഞ്ഞാൽ ഇത് നല്ലതല്ലെന്ന് പറയുന്നേക്കാം. ഇനി മണ്ണിട്ട് കൊടുക്കണം. അപ്പം വളം ഇട്ട് കൊടുത്ത് ഇനി മണ്ണ് ഈ എടുത്ത മണ്ണ് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്തുനിന്ന് ഒരു തണ്ട് ഒടിഞ്ഞു കിടന്ന് അത് നമുക്ക് വേറെ ഒരു കവറിനകത്തോട്ട് കുഴിച്ചു വെക്കാം. ഇതിനകത്ത് തന്നെ ഒടിഞ്ഞു കിടന്നതാണ്, അത് കളയണ്ട. ചിലപ്പം ഇതായിരിക്കും നല്ലതുപോലെ കിളിച്ചു വരുന്നത്. അതിനും ശകലം വളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചാണകപ്പൊടിയോ എല്ലുപൊടിയൊക്കെ ഇട്ട് പിന്നെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി ഇട്ട് കൊടുക്കാം. ഇതാണ്ട ഞാൻ അതേമാതിരി നട്ട ഇതാണ്. പിന്നെ ഇതേമാതിരി നട്ട് കിളിപ്പിച്ച് പൂവ് മൊട്ട് വരുന്നതാണ്ടോ. ഒരു മൂടായിരുന്നു, ഇപ്പം എത്ര മൂടുണ്ടെന്ന് നോക്കിക്കേ നിങ്ങൾ. ഇത് പൂക്കളെല്ലാം കൂടെ അങ്ങ് വരുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാവോ കാണാൻ. ഇതാണ്ട പൂക്കൾ കണ്ട മൊട്ട് വരുന്നുണ്ടോ. ഇത് നിറച്ചങ്ങ് പൂക്കും. ചെറിയ ചെടിച്ചട്ടിയിലാണ് ഇത് വെക്കേണ്ടത്. വലിയ ചെടിച്ചട്ടിയൊന്നും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൻ്റെ പൂവും കാണിക്കാം. ഈർക്കിലെടുത്ത് വെച്ചാണ് ഞാൻ ചെറിയ ഈർക്കിലെടുത്ത് വെച്ച് അവിടെ അതൊന്ന് ബലമായിട്ടിരിക്കും. അതിൻ്റെ ചെവിടൊന്ന് ഇളക്കി കൊടുത്തിന് വളം ഇട്ട് കൊടുക്കണം. ആ വളം ഇട്ട് കൊടുത്തതിൻ്റെ ശേഷമാണ് ഇതിന് നല്ല പൂക്കൾ വരാൻ തുടങ്ങിയത്. നല്ല പൂക്കൾ, പെട്ടെന്നാണ് പൂക്കൾ വന്നത്. ഇനി മണ്ണിട്ട് കൊടുത്ത് വളവും ഒഴിച്ചു കൊടുത്തതിന് ശേഷം മണ്ണിട്ട് കൊടുക്കാം. ചെവിടൊന്ന് ഇളക്കാം. ഇത് ആ ചെവിട് ഇളക്കിയതിന് ശേഷമേ വളം ഇട്ട് കൊടുക്കാവൂ, എന്ത് വളമാണെങ്കിലും. അപ്പോൾ വേരോട്ടം വരും. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി അതിനും എല്ലാം ഇട്ട് കൊടുക്കാം. കളയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പിച്ചി കളയണം. ഇതിനി പൂക്കാറായി നിൽക്കുന്നതാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്, ഒഴിച്ചു കൊടുക്കുന്നത്. മൊട്ട് വരുന്നുണ്ട്. അതിലുള്ള മണ്ണ് കുറച്ചെടുത്ത് ഇങ്ങോട്ട് എടുക്കുക. ഇതിന് വേറെ ഒരെണ്ണത്തിനകത്ത് നിന്ന് മണ്ണിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് മണ്ണുണ്ട്, അതിനകത്ത് അങ്ങോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെല്ലാം മണ്ണൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നൂത്ത് വെക്കുക. അതിനെ ഒന്ന് നശിച്ചു പോകാതെ നമ്മൾ ഇതേമാതിരി ഓരോ ചെടികളായാലും ഒരു ചെടിയായാലും അതിൽ നിന്ന് ഒരെണ്ണം കിളിച്ചില്ലെങ്കിൽ വേറൊരെണ്ണം നടണം. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കിളിക്കും. അപ്പം നമ്മുടെ വീട്ടിൽ ഇത് നഷ്ടപ്പെടാതെ ഇത് നമ്മുടെ വീട്ടിൽ എന്നും ഈ ചെടികൾ കാണും. വേണ്ട
ആ ചെടിയുടെ സൗന്ദര്യമെല്ലാം അങ്ങ് പോയി. ഇനി ഇതൊക്കെ നട്ട് വേണ്ട ഇല ഒന്ന് പിച്ചി 2 ഇല പിച്ചി ഒന്ന് നട്ടു നോക്കാം. ചിലപ്പം വേര് വന്നാൽ അങ്ങനെയും നമുക്കൊന്ന് ചെയ്തു നോക്കാം. CC പ്ലാന്റ് ഇതേമാതിരിയാണ് CC പ്ലാന്റിൻ്റെ ഇല വെച്ച് കിളിപ്പിക്കുന്നത്. അപ്പോൾ അതാണ്ട് അതിൻ്റെ പൂ കണ്ട. ആ മൊട്ടിപ്പം നട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം വന്ന പൂക്കളാണിത്. മൊട്ട ഉണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ അത് പൂ വന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.